ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മൗലിക കടമകളാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് 4A അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് മൗലിക കടമകൾ. ഓക്കെയാണല്ലോ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് കൃത്യമായി പറഞ്ഞാൽ USSR എന്ന് പഠിച്ചോ. ഓക്കെ, പണ്ടത് USSR ആയിരുന്നു. USSR എന്നും റഷ്യ എന്നും ചിലപ്പോൾ ഓപ്ഷനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് രണ്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ റഷ്യയിൽ നിന്നാണ്. ചിലപ്പം ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നത് USSR എന്നായിരിക്കും. ഓക്കെ, എന്തായാലും കറുപ്പിക്കുക, റഷ്യ അല്ലെങ്കിൽ USSR. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കുക, തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല. ഈ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ഇത് സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകളെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ്. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകളെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെയാണല്ലോ. ഓക്കെ, ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ഭരണഘടനയിൽ എന്തെങ്കിലും പുതിയതായി കൂട്ടിച്ചേർക്കണമെങ്കിൽ ഭേദഗതി ആവശ്യമാണ്. ഓക്കെ, ആ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 1976 42 ഭേദഗതി. അറിഞ്ഞിരിക്കുക, 1972 42 ഭേദഗതിയിലൂടെ അറിഞ്ഞിരിക്കുക 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. ഓക്കെ അല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക, 1976 42 ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. എത്ര മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു എന്ന് ചോദിച്ചാൽ 10 മൗലിക കടമയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. PSC ചോദിച്ചിട്ടുണ്ട്, എത്ര മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് എത്ര മൗലിക കടമ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? 11 മൗലിക കടമയുണ്ട് ഇപ്പോൾ. ഓക്കെ, എന്ന് വെച്ചാൽ പിന്നീട് ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഓക്കെ, കൃത്യമായി പറഞ്ഞാൽ 2002 86 ഭേദഗതിയിലൂടെ 86 ഭേദഗതിയിലൂടെ 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തു. 11ാമത്തെ, മൊത്തമല്ല 11ാമത്തെ. ചോദ്യം ചോദിക്കാൻ സാധിക്കും, എന്ത് 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ഓക്കെ, 2002 86 ഭേദഗതി. ഓക്കെ, ഇനി നേരെ മറിച്ച് മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 42 ഭേദഗതി, വർഷം 1976. തെറ്റിപ്പോകരുത്. ഓക്കെ, ഇനി എന്താണ് 11ാമത്തെ മൗലിക കടമ എന്ന് ചോദിച്ചാൽ, ഇനി എന്താണ് 11ാമത്തെ മൗലിക കടമ എന്ന് ചോദിച്ചാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ശ്രദ്ധിക്കുക, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുക. എങ്ങനെയാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുക എന്ന് പറയുന്നതാണ് 11ാമത്തെ മൗലിക കടമ. ഇവിടെ തെറ്റാൻ സാധ്യതയുണ്ട്. ഒരു ആർട്ടിക്കിൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, ആർട്ടിക്കിൾ 21A. മറ്റൊന്നുമല്ല, വിദ്യാഭ്യാസ അവകാശമാണ്. അത് പറയുന്നത് എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ്? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞു. ഉറപ്പുവരുത്തുക, അത് നിർബന്ധമായും കൊടുത്തിരിക്കണം. ഓക്കെ, അത് മൗലിക അവകാശമാണ്. വിദ്യാഭ്യാസമുള്ള അവസരം നൽകുക എന്ന് പറയുന്നതാണ് മൗലിക കടമ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഒരേ ഒരു വാക്കിന് വ്യത്യാസമേ ഉള്ളൂ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, മൗലിക കടമകൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ 11 മൗലിക കടമകളെ പറ്റി പറഞ്ഞു. ആ 11 മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഓക്കെ, അതായത് ക്രിമിനൽ നിയമങ്ങളുടെ ഭേദഗതിക്കായിട്ട് നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇത്, വർമ്മ കമ്മിറ്റി. അറിഞ്ഞിരിക്കുക, ക്രിമിനൽ നിയമങ്ങളുടെ ഭേദഗതിക്കായിട്ട് നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു ഇത്, വർമ്മ കമ്മിറ്റി. ഓക്കെ, ഈ 1999 വർമ്മ കമ്മിറ്റി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ, അതായത് ഈ പറഞ്ഞ മൗലിക കടമകൾക്ക് ലീഗൽ പ്രൊവിഷൻ ഉണ്ട്. എല്ലാ മൗലിക കടമകൾക്കുമല്ല, ചില മൗലിക കടമകൾക്ക് ലീഗൽ പ്രൊവിഷൻ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ മൗലിക കടമകൾക്ക് ലീഗൽ പ്രൊവിഷൻ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച കമ്മിറ്റി എന്ന് ചോദിച്ചാൽ കമ്മിറ്റി ഏതാണ്? 1999 വർമ്മ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക, വർമ്മ കമ്മിറ്റി എന്തിനു വേണ്ടിയാണ് നിയമിച്ചതെന്ന് ചോദിച്ചാൽ അതോടെ അറിഞ്ഞിരിക്കുക, എന്തിനാണ്? ക്രിമിനൽ നിയമങ്ങളുടെ ഭേദഗതിക്ക് വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഏത്? വർമ്മ കമ്മിറ്റി എന്നും അറിഞ്ഞിരിക്കുക.
നമുക്കിനി 11 മൗലിക കടമകൾ ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മൗലിക കടമ എന്തെന്ന് ചോദിച്ചാൽ ഭരണഘടനയെ അനുസരിക്കുകയും ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുകയും ഓക്കെ ഇനി ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ സ്ഥാപനങ്ങൾ അല്ലേ ഭരണഘടനയെ അനുസരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന ആദർശങ്ങൾ ഓക്കെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം ഇവയൊക്കെ ആദരിക്കുക എന്നാണ് ഒന്നാമത്തെ മൗലിക കടമ പറയുന്നത്. ഓക്കെ അല്ലോ, ഒന്നാമത്തെ മൗലിക കടമ പറയുന്നത്. ഓക്കെ അല്ലോ, അതിൽ പ്രധാനമായി പഠിച്ചു വെക്കുക ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ഒപ്പം തന്നെ ഭരണഘടനയും അനുസരിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം പകരുന്ന ഉയർന്ന ആദർശങ്ങളെ പിന്തുടരുക. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയിരുന്ന ഉയർന്ന ആദർശങ്ങളുണ്ട്, ആദർശങ്ങളെ പിന്തുടരുക. ഓക്കെ, മൂന്നാമത്തെ മൗലിക കടമ എന്ന് പറഞ്ഞാൽ 11 മൗലിക കടമയാണുള്ളത്. മൂന്നാമത്തെ മൗലിക കടമ എന്ന് പറഞ്ഞതിൽ ഇന്ത്യയുടെ പരമാധികാരവും ഓക്കെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നാണ് അടുത്ത മൗലിക കടമ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനത്തിനും ഓക്കെ രാജ്യരക്ഷാ പ്രവർത്തനത്തിനും സജ്ജരാകുക. ഓക്കെ, രാഷ്ട്ര സേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനം സജ്ജരാകുക. ഇത് ചെയ്യുന്ന ഒരു കൂട്ടർ നമ്മുടെ കൂടെയുണ്ട്. ആരാണ്? പട്ടാളക്കാർ. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഓക്കെ, മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്ക് അതീതമായി ഓക്കെ ഇതിനതീതമായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. ഓക്കെ, മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, പ്രദേശത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാകാതെ സൗഹൃദമുണ്ടാക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, ഇപ്പം വളരെ പ്രധാനമായി ഈ കാലഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു മൗലിക കടമ തന്നെയാണത്. അടുത്തത് ഓക്കെ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, നല്ലൊരു കാര്യമാണ്, നല്ലൊരു ആശയമാണ്, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പരിസ്ഥിതി പ്രദേശങ്ങളായ വനങ്ങൾ അല്ലെ തടാകങ്ങൾ, പുഴകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ഓക്കെ ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യുക. നല്ലൊരു കാര്യമാണ്. ഓക്കെ, നമ്മളെ മനുഷ്യനെ മാത്രമല്ല ഒപ്പം തന്നെ മറ്റ് ജീവജാലങ്ങളെയും എന്താണ് സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു മൗലിക കടമയാണ് എന്ത് നമ്മളിപ്പോൾ പറഞ്ഞു പോയത്. ഓക്കെ അല്ലോ. അടുത്ത പറയുകയാണെങ്കിൽ ശാസ്ത്രീയ വീക്ഷണം, മാനവികത ഓക്കെ അന്വേഷണാത്മകത എന്നിവയെ വികസിപ്പിച്ചെടുക്കുക എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എന്താണ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വികസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മൗലിക കടമയാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയത്. അടുത്ത മൗലിക കടമയിലേക്ക് പോയി കഴിഞ്ഞാൽ പറഞ്ഞത് എന്താണ്? പൊതുസമ്പത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. നമുക്കറിയാം ഒരു സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? പൊതുസമ്പത്ത് നശിപ്പിക്കുക അല്ലെ, അക്രമം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വെടിയുക. പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും ചെയ്യണം, ഒപ്പം തന്നെ എന്ത് ചെയ്യണം? അക്രമം ഉപേക്ഷിക്കണമെന്നും പറയുന്ന ഒരു മൗലിക കടമയാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ മുന്നേറാൻ സഹായിക്കുക. ഓക്കെ, നമ്മുടെ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ മുന്നേറാൻ സഹായിക്കുക. ഓക്കെ അല്ലോ. പിന്നെ നമ്മൾ ഓർത്തിരിക്കുക 11ാമതായി കൂട്ടിച്ചേർക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട മൗലിക കടമയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 6 വയസ്സ് മുതൽ 14 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 6 വയസ്സ് മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ആരാ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? മാതാപിതാക്കൾ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന മൗലിക കടമയാണ് 11ാമത്തെ മൗലിക കടമ. ഓക്കെ അല്ലോ. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മൗലിക കടമകളെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും നന്നായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ അല്ലോ. പുതിയൊരു വിഷയമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അടുത്ത ക്ലാസ്സിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അതുവരെ ഓക്കെ, താങ്ക് യു.